ഹലോ ഗ്രേ മീഡിയസിലേക്ക് സ്വാഗതം. ഡിസംബർ 30 കേരള ബോക്സ് ഓഫീസിൽ നിറഞ്ഞോടുന്ന ചിത്രങ്ങളുടെ കളക്ഷൻ റിപ്പോർട്ടുകളിലേക്ക് കടന്നു വരാം. കളങ്കാവൽ, സർവമായ, വൃഷഭ, ഭബഭ, ഹാൽ തുടങ്ങിയ ചിത്രങ്ങളുടെ കളക്ഷൻ റിപ്പോർട്ടുകളിലാണ് നമ്മൾ മുന്നോട്ട് നോക്കുന്നത്. എന്തായാലും നമുക്ക് ആദ്യം തന്നെ സർവമായയുടെ കളക്ഷൻ റിപ്പോർട്ടുകളിലേക്ക് നോക്കാം. സർവമായ 5-ാം ദിനവും തകർത്ത് ഓടുന്ന ഒരു കാഴ്ച തന്നെ നമുക്ക് കാണാൻ കഴിയുന്നു. 6-ാം ദിനമായ ഇന്ന് മികച്ച രീതിയിലുള്ള ഒരു കളക്ഷനുമായി സിനിമ മുന്നോട്ട് പോവുകയാണ്. ഇന്നും 1462ഓളം ഷോകളാണ് സിനിമയുടേതായി ട്രാക്ക് ചെയ്യപ്പെട്ടത്. 2,20,000-ന് മുകളിലുള്ള ടിക്കറ്റുകൾ ഇന്നും സിനിമയുടേതായി വിറ്റുപോയി. ഇന്നും 60% സിനിമയുടെ ഓക്യുപ്പൻസി. ഏകദേശം 600-ന് മുകളിലുള്ള ഫാസ്റ്റ് ഫില്ലിംഗ് ഷോകളാണ് സിനിമയ്ക്കുള്ളത്. 3,70,00,000 രൂപയാണ് ട്രാക്കിങ്ങിലൂടെ തന്നെ വന്നേക്കുന്നത്. ഇന്നലെ 4,08,00,000 രൂപയോളമാണ് സിനിമയുടെ ട്രാക്കിംഗ് ആയിട്ട് വന്നത്. എന്താണെങ്കിലും ഇന്ന് അതിന് മുകളിലേക്ക് പോകുമെന്നുള്ള രീതിയിൽ തന്നെയാണ്. കേരള ബോക്സ് ഓഫീസിൽ 25 കോടിയും കടന്ന ചിത്രം മികച്ച രീതിയിൽ മുന്നോട്ട് കുതിക്കുന്ന കാഴ്ച നമുക്ക് കാണാൻ കഴിയുന്നു. എത്രയും പെട്ടെന്ന് 100 കോടിയിലേക്ക് കയറുന്ന ചിത്രമായി മാറും. ഈ ഒരു വർഷം വീണ്ടും ഒരു 100 കോടി കൂടെ നമ്മൾ കാണാൻ പോവുകയാണ്. 2025 അവസാന സൂപ്പർ മെഗാ ഹിറ്റായി മാറിയിരിക്കുകയാണ് ഈ ഒരു ചിത്രം എന്ന് തന്നെ പറയാം. അതെ, ഈ ഒരു ദിവസം, അതായത് സാധാരണ സിനിമകളെക്കാളും മുകളിലേക്കുള്ള കളക്ഷൻ, പ്രത്യേകിച്ച് അവധി ദിനങ്ങളായതുകൊണ്ട് തന്നെ ഇനി വരുന്ന ദിവസങ്ങൾ ഏകദേശം 6 ദിവസങ്ങൾ കൂടെ സിനിമയ്ക്ക് ഉണ്ട് എന്നുള്ളത് തന്നെയാണ്. ആ 6 ദിവസത്തിനുള്ളിൽ തന്നെ സിനിമ 100 കോടി കടക്കും. ഇന്നത്തോടെ സിനിമ 60 കോടി ക്ലബിലേക്ക് കയറുമെന്ന് പ്രതീക്ഷ. മോഹൻലാലിൻ്റെ വൃഷഭ സ്റ്റഡി കളക്ഷനോടുകൂടി കേരള ബോക്സ് ഓഫീസിൽ മുന്നോട്ട് പോവുകയാണ്. വീഴുമെന്ന് പ്രതീക്ഷിച്ചെടുത്തുനിന്ന് സ്റ്റഡിയായിട്ട് 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ ട്രാക്കിങ്ങിലൂടെ തന്നെ കളക്ഷൻ സ്ഥിരമായി നേടിക്കൊണ്ടിരിക്കുന്നു. 109 ഷോകളിൽ നിന്ന് സിനിമയ്ക്ക് 2000-ഓളം ടിക്കറ്റുകളാണ് ഇന്നും വിറ്റുപോയിരിക്കുന്നത്. ഇന്നലത്തേന് സമാനമായ രീതിയിൽ തന്നെയുള്ള കളക്ഷനാണ്. ഇന്നലത്തേനേക്കാൾ കളക്ഷൻ കൂടും എന്നുള്ളത് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഇതിനോടൊപ്പം തന്നെ കേരള ബോക്സ് ഓഫീസിൽ നിന്ന് ട്രാക്കിങ്ങിലൂടെ 62 ലക്ഷം രൂപയാണ് സിനിമയ്ക്ക് വന്നിരിക്കുന്നത്. അതായത് സിനിമ 90 ലക്ഷം രൂപയ്ക്ക് അടുത്തേക്ക് എത്തുന്നു എന്നുള്ളത് തന്നെയാണ് വലിയ ഒരു രസകരമായ സംഭവം ഇവിടെ അരങ്ങേറിക്കൊണ്ടിരിക്കുന്നു. വാഷ് ഔട്ട് ആകുമെന്ന് പറഞ്ഞെടുത്ത് നിന്ന് ഈ ഒരു സിനിമ ഫ്ലോപ്പ് ആണെങ്കിൽ പോലും മികച്ച രീതിയിൽ തിയേറ്റർ ഹോൾഡ് ചെയ്തു എന്നുള്ളതും, ഒപ്പം അവിടെ മികച്ച രീതിയിലുള്ള ഒരു കളക്ഷൻ വരുന്നു എന്നുള്ളതാണ്. ബബബ ഇതാ അങ്ങനെ മുന്നോട്ട് പോകുന്നു. 13-ാം ദിനത്തിൽ 495 ഷോകളാണ് ഇതുവരെ ട്രാക്ക് ചെയ്യപ്പെട്ടിരിക്കുന്നത്. 7,800-നടുത്തുള്ള ടിക്കറ്റുകൾ വിറ്റുപോയപ്പോൾ 12 ലക്ഷം രൂപയോളമാണ് സിനിമയുടെ ഇന്നത്തെ കളക്ഷനായി വന്നത്. ഇന്നലത്തെ വെച്ച് നോക്കുമ്പോൾ ഒരു ഇടിവാണ് സിനിമയ്ക്ക് ഇന്നും ഉണ്ടായിരിക്കുന്നത്. ഇന്നലെ 20,50,000 രൂപയോളമാണ് സിനിമയ്ക്ക് ട്രാക്ഡ് കളക്ഷനായി വന്നത്. ഏകദേശം 30 ലക്ഷം രൂപയ്ക്ക് മുകളിലായിരുന്നു ഇന്നലത്തെ കളക്ഷൻ. ഇന്ന് 20 ലക്ഷം രൂപയിലേക്ക് താഴും എന്നുള്ള പ്രതീക്ഷയാണ്, അല്ലെങ്കിൽ ആണ് ഇന്ന് സൂചിപ്പിക്കുന്നത്. ഒരുപക്ഷെ നൈറ്റ് ഷോസിനൊക്കെ കളക്ഷൻ കൂടുകയാണെങ്കിൽ സിനിമ വീണ്ടും കുതിച്ചുയരും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. ഇതിനോടകം കേരള ബോക്സ് ഓഫീസിൽ നിന്ന് 25 കോടി കടന്ന ചിത്രം ഇതാ വേൾഡ് വൈഡ് ആയിട്ട് 50 കോടിയിലേക്ക് എത്തും എന്നുള്ള പ്രതീക്ഷയാണ്. ഇതിനോടകം സിനിമയുടെ റിക്കവറി ഏകദേശം 50% to 60% കഴിഞ്ഞു എന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. മമ്മൂട്ടിയുടെ കളങ്കാവൽ ഇതാ ഫൈനൽ സ്റ്റേജിലേക്ക് എത്തുകയാണ്. 26-ാം ദിനത്തിൽ ഓടുന്ന ചിത്രത്തിന് ഇന്നും മികച്ച രീതിയിലുള്ള ബുക്കിംഗ് കാണാൻ കഴിയുന്നു എന്നുള്ളതാണ്. 3,500-ന് മുകളിലുള്ള ടിക്കറ്റുകൾ ഇതിനോടകം തന്നെ വിറ്റുപോയിരിക്കുന്നു. 5,80,000 രൂപയോളം ഇപ്പോൾ ട്രാക്കിങ്ങിലേക്ക് വന്നിരിക്കുകയാണ്. അതായത് ഇന്നലെ വന്ന 6,86,000 രൂപ ഇന്ന് മറികടക്കും എന്നുള്ളത് ഉറപ്പിക്കുകയാണ്. ഇനിയും മണിക്കൂറുകൾ ബാക്കി നിൽക്കെ സിനിമ ഈ റേഞ്ചിലേക്ക് തന്നെ എത്തിയിരിക്കുന്നു. ഏകദേശം 15 ലക്ഷം രൂപയോളമാണ് സിനിമയുടെ ഇപ്പോൾ സ്റ്റഡി കളക്ഷനായിട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. കേരള ബോക്സ് ഓഫീസിൽ നിന്ന് 37.5 കോടിയോളം ആണ് സിനിമയ്ക്ക് നേടാൻ കഴിഞ്ഞിരിക്കുന്നത്. വേൾഡ് വൈഡ് ആയിട്ട് 41 കോടിയോളം സിനിമയ്ക്ക് നേടാൻ കഴിഞ്ഞിട്ടുണ്ട്. റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ നിന്ന് സിനിമയ്ക്ക് 7 കോടി കടക്കാനും കഴിഞ്ഞിട്ടുണ്ട്. ഹാൽ എന്ന ചിത്രം ഇപ്പോൾ ഒരാഴ്ച പിന്നിടുകയാണ്. 6-ാം ദിനമാണ്. 150ഓളം ഷോകളിൽ നിന്ന് 2,700ഓളം ടിക്കറ്റുകൾ വിറ്റുപോയപ്പോൾ സിനിമയ്ക്ക് ഇന്ന് 4,25,000 രൂപയോളം വരികയാണ്. ഇന്നലത്തേനെ വെച്ച് നോക്കുമ്പോൾ സിനിമയ്ക്ക് ഇടിവാണ് ഇന്ന് കാണാൻ കഴിയുന്നത്. ഇന്നലെ 6,50,000 രൂപ വന്ന സ്ഥലത്ത് ഇന്ന് 5 ലക്ഷം രൂപയിലേക്ക് സിനിമ താഴുമെന്നാണ് കാണുന്നത്. എന്താണ്, കേരള ബോക്സ് ഓഫീസിൽ നിന്ന് ഏകദേശം 80 ലക്ഷം രൂപയോളം സിനിമയ്ക്ക് കളക്ട് ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. വീഡിയോസ് ഇഷ്ടമായെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്ത് തരണം. ഗ്രേ മീഡിയാസ്.